സൗണ്ട് മാത്രമേ കേട്ടു. അഞ്ചെണ്ണത്തിനെ കണ്ടോ ചേട്ടൻ? അഞ്ച് മൂന്നെണ്ണം അപ്പുറത്തേക്ക്, രണ്ടെണ്ണം കണ്ടില്ല, ചെറിയ കുട്ടിയുമുണ്ട്. ചെറുത് ഇന്നലത്തെ സഫാരിയൊക്കെ കഴിഞ്ഞ് പറമ്പിക്കുളത്ത് ഞങ്ങൾക്ക് സ്റ്റേ കിട്ടിയില്ലായിരുന്നു. സ്റ്റേ ചെയ്യാൻ താല്പര്യമുള്ളവർ നേരത്തെ കൂട്ടി ഓൺലൈനിൽ ബുക്ക് ചെയ്ത് വന്നാൽ മാത്രമേ ഇവിടെ സ്റ്റേ കിട്ടത്തുള്ളൂ. എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്നലെ ആനമലയിലാണ് സ്റ്റേ ചെയ്തത്. അതിനുശേഷം രാവിലെ ഒരു 7:30 ഞങ്ങൾ വീണ്ടും പറമ്പിക്കുളത്തേക്ക് പോവുകയാണ്. ഇന്നത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ബിയർ പാത്ത് ട്രെക്കിംഗ് ആണ്. അത് ഓൾറെഡി നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സേതുമട ചെക്ക് പോസ്റ്റിലെ ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ പറമ്പിക്കുളത്തെ മെയിൻ എൻട്രൻസിലെത്തിയിരിക്കുകയാണ്. ഹലോ ഫ്രണ്ട്സ്, പ്ലാനറ്റ് എർത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പറമ്പിക്കുളം എക്സ്പ്ലോർ ചെയ്യുന്നതിൻ്റെ രണ്ടാമത്തെ ബാച്ചുമായിട്ടാണ് ഇപ്പം പറമ്പിക്കുളം ടൈഗർ റിസർവിൻ്റെ മെയിൻ എൻട്രൻസിലുള്ളത്. നമ്മൾ ഇന്നലെ തന്നെ വന്നായിരുന്നു. ഇന്നലെ വന്നിട്ട് ഇവിടുത്തെ ഒരു സഫാരി എടുത്തായിരുന്നു. ആ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഐക്കാർഡിനകത്ത് തന്നെ ലിങ്ക് കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. അപ്പോൾ അത് കാണാത്തവരതിനകത്ത് കയറി നോക്കുക. ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വന്നിട്ടുള്ളത് ഒരു ട്രെക്കിംഗ് ആക്ടിവിറ്റിയാണ്. ബിയർ പാത്ത് ട്രെക്കിങ്ങിനാണ് എൻ്റെ പേര്. ഏകദേശം ഒരു 8 കിലോമീറ്റർ നീളുന്ന ഒരു ട്രെക്കിംഗ് ആക്ടിവിറ്റിയാണ്. ഇപ്പോൾ രാവിലെ ഒരു 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതുമാത്രമല്ല, ഇവിടെ നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത് ആനപ്പാടിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ കൂടെ നമ്മൾ പോകാനുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ എൻട്രി ടിക്കറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. ട്രെക്കിങ്ങിൻ്റെത് ഓൾറെഡി നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. ഓൺലൈനിൽ പറമ്പിക്കുളത്തിൻ്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ എല്ലാവർക്കും അതിനകത്തുള്ള ആക്ടിവിറ്റീസ് എല്ലാം കാണാം. ഒരുപാട് ആക്ടിവിറ്റീസ് ഉള്ള ഒരു ഏരിയ ആണ് നമ്മുടെ പറമ്പിക്കുളം ടൈഗർ റിസർവ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടൊക്കെ അറിയാം, നമ്മൾ കഴിഞ്ഞ ഒരു പക്മാർക്ക് ട്രെക്ക് വന്നിരുന്നു. പക്ഷേ ഇന്നലെ നമ്മൾ സഫാരിയിൽ ഒരുപാട് ആനിമൽസിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആനിമൽ സൈറ്റിംഗ് ഒരുപാട് കൂടുതലുണ്ടായിരുന്നു. അത് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ ഉണ്ടായതുകൊണ്ട് തന്നെ കുറച്ച് ആനിമൽസിനെ സ്പോട്ട് ചെയ്യുന്നതും പറ്റുമെന്നുള്ള ഒരു ഇതിലാണുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 4 പേരാണ് നമ്മുടെ ബാച്ചിലുള്ളത്. ഞങ്ങൾ 4 പേരുടെ ഇപ്പോൾ അടുത്ത ട്രെക്കിങ്ങിനായിട്ട് തുടങ്ങാൻ പോവാണ്. അപ്പോൾ ട്രെക്കിങ്ങിൻ്റെ വിശേഷങ്ങൾ നമുക്ക് തുടർന്ന് കാണാം. പറമ്പിക്കുളം ടൈഗർ റിസർവ് കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും കേരളത്തിലൂടെ ഇതിനൊരു എൻട്രി ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇവിടേക്ക് വരണമെങ്കിൽ തീർച്ചയായിട്ടും തമിഴ്നാട് വഴി മാത്രമാണ് ഇവിടേക്ക് വരാൻ സാധിക്കുക. അത് ആനമല ടൈഗർ റിസർവിൻ്റെ ഉള്ളിലൂടെ കടന്നു വേണം നമുക്ക് ഈ ഒരു പറമ്പിക്കുളം ടൈഗർ റിസർവിലേക്ക് എത്തിച്ചേരാനായിട്ട്. ആനമലയും പൊള്ളാച്ചിയുമാണ് പറമ്പിക്കുളം ടൈഗർ റിസർവിനോട് ചേർന്ന് കിടക്കുന്ന 2 പ്രധാന സ്ഥലങ്ങൾ. ഏതെങ്കിലും തരത്തിൽ നമ്മൾ സ്റ്റേ ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഈ 2 സ്ഥലത്ത് നോക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സേതുമല ചെക്ക് പോസ്റ്റിൽ നിന്ന് പറമ്പിക്കുളത്തേക്കുള്ള യാത്രയുടെ ഇടയിൽ ഒരുപാട് ആനിമൽ സൈറ്റിംഗ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞങ്ങൾ പോകുന്ന വഴി കുറേ കാട്ടുപോത്തുകളെ കാണാൻ ഇടയായിട്ടുണ്ടായിരുന്നു. ഇതിനെ കാട്ടുകളെന്നും വിളിക്കാറുണ്ട് കേട്ടോ. വലിയ തലയും കനത്ത മാംസപേശികളും ഒക്കെ ആയിട്ടുള്ള ആൺവർഗത്തിന് കറുത്ത നിറവും കുഞ്ഞുങ്ങൾക്കും ഫീമെയിൽസിനും എല്ലാം ഒരു ബ്രൗൺ നിറവുമായിരിക്കും ഉണ്ടാവുക. ഏകദേശം 1300 കിലോഗ്രാം വരെ തൂക്കവും 2 മീറ്റർ ഉയരവും വരുന്ന പശു കുടുംബത്തിലെ തന്നെ ഏറ്റവും വലിയ ജീവിയാണ് ഈ കാട്ടുപോത്ത്. ഇതിൻ്റെ എണ്ണത്തിൽ ക്രമാതീതമായ കുറവ് വന്നുകൊണ്ട് IUCN പുറത്തിറക്കിയിട്ടുള്ള ചുവന്ന ലിസ്റ്റിൽ 1986 മുതൽ ഈ വർഗത്തെ ഉൾപ്പെടുത്തുന്നുണ്ട്. ഈ വർഗത്തിൻ്റെ 3 തലമുറകളായി ഏകദേശം 70% എണ്ണത്തിൽ കുറവ് വന്നതായാണ് അവർ കണക്കാക്കുന്നത്. വഴിയരികിലെ പുല്ലൊക്കെ തിന്ന് ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുവാണത്. പോകുന്ന യാത്രക്കാരെയും സഞ്ചാരികളെയും വാഹനങ്ങളെയും ഒന്നും കൂസാതെയുള്ള നിൽപ്പാണ് ആളുടേത്. സ്ഥിരമായിട്ട് കാണുന്നതുകൊണ്ടാവാം അവയ്ക്ക് മറ്റു തരത്തിലുള്ള ഒന്നും നമ്മളെ കണ്ടിട്ടൊന്നും തോന്നില്ല. ഇടയ്ക്ക് നമ്മളൊന്ന് നിർത്തി നോക്കുന്ന സമയത്ത് ആൾ നമ്മളൊന്ന് രൂക്ഷമായി നോക്കും. അതിനുശേഷം ഇതുപോലെ തിരിഞ്ഞു പോവുകയാണ് പതിവ്. ഒരുപാട് വാഹനങ്ങൾ ആളുടെ അടുത്തൂടെ, അതായത് തൊട്ടടുത്തൂടെ തന്നെ കടന്നു പോയിട്ടും ആൾക്കൊരു കൂസലില്ലാതെ നിൽക്കുവാണ്. അത്യാവശ്യം നല്ല മസിലുകളോട് കൂടിയ ഒരു ജീവിയാണ്. നമുക്ക് അടുത്തൊക്കെ എത്തുന്ന സമയത്ത് തന്നെ ഒരു ഭീകരമായിട്ടുള്ളൊരു അവസ്ഥ നമുക്ക് തോന്നുമെങ്കിലും ആൾ പാവമാണെന്നാണ് തോന്നുന്നത്. ഇന്നലെ ഇതുവഴി വന്നപ്പോൾ ഒരു ആനയും ഒരു ആനക്കുട്ടിയും കൂടെ റോഡരികിൽ കണ്ടിരുന്നു. ഇന്ന് ആ ഭാഗത്ത് ആരെയും കാണാനില്ലായിരുന്നു. പറമ്പിക്കുളം ടൈഗർ റിസർവിൻ്റെ പ്രോഗ്രാംസുകളൊന്നും എടുത്തില്ലെങ്കിൽ പോലും നമ്മൾ അവിടേക്കുള്ള യാത്ര, ആ ഒരു ആനപ്പാടി വരെയുള്ള യാത്രയിൽ നമുക്ക് ഒരുപാട് ആനിമൽ സൈറ്റിംഗ് കിട്ടുന്നതായിരിക്കും. അത്യാവശ്യം നല്ല രീതിയിലൊന്ന് എൻജോയ് ചെയ്ത് വരാൻ പറ്റിയ ഒരു റൂട്ട് തന്നെയാണ് ഈ ഒരു പറമ്പിക്കുളവും ആനമലയും അടങ്ങുന്ന ഈ കാട്ടിലൂടെയുള്ള യാത്ര. ഒരു 2 ആഴ്ച മുമ്പ് നമ്മൾ പക്മാർക്ക് ട്രെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റൂട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഭാഗത്ത് നമ്മൾ 1-2 മാനിനെ കണ്ടതല്ലാതെ വേറെ ഒരു മൃഗത്തിനെ അന്ന് കാണാനിടയായിട്ടുണ്ടായിരുന്നില്ല. ഈ തവണ വന്നപ്പോഴത്തേക്കും ഒരുപാട് കാട്ടുപോത്തുകളെയാണ് നമുക്ക് ഈ ഒരു റൂട്ടിൽ കാണാൻ സാധിച്ചത്. ഇത് നമ്മുടെ പറമ്പിക്കുളം ടൈഗർ റിസർവിൻ്റെ ഇൻഫർമേഷൻ സെൻറ്ററും ഓഫീസും എല്ലാം കൂടെയാണ്. നമ്മുടെ ട്രെക്കിങ്ങിനും സഫാരിക്കൊക്കെ വരുന്നവർ ഇവിടെ വന്നിട്ടാണ് പോകാൻ പറ്റുന്നത്. ട്രെക്കിങ്ങിന് വരുന്നവർ നിർബന്ധമായിട്ടും ID പ്രൂഫ് കാര്യങ്ങളെല്ലാം കൊണ്ടുവരേണ്ടത് നിർബന്ധമാണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ ബിയർ പാത്ത് ട്രെക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ കൂടെ ഒരു ഗൈഡും കൂടെ വരുന്നതായിരിക്കും. ആ ഗൈഡിനോടൊപ്പം ഏകദേശം ഒരു 8 കിലോമീറ്റർ നീളുന്ന ഒരു ട്രെക്കിങ്ങാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്.
ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആദ്യം കണ്ടത് ഒരു മയിലിനെയാണ്. ഈ കാട്ടിൽ ഒരുപാട് മയിലുകളുണ്ടെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് എവിടെ നോക്കിയാലും മയിലിൻ്റെ ഒരു സാന്നിധ്യം അറിയാൻ പറ്റുന്നുണ്ട്. മയിൽ പീലി വിടർത്തി ആടുന്നതൊക്കെ കാണാം. ഇതൊരു മെയിൽ പീക്കോക്കാണ്. തമിഴ്നാട് സർക്കാരിൻ്റെ ഒരു ബോർഡാണ് ആ മഞ്ഞ ബോർഡായിട്ട് കാണുന്നത്. പറമ്പിക്കുളം ആലിയ പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതൊരു ഇറിഗേഷൻ പ്രോജക്റ്റിൻ്റെ ആണെന്ന് തോന്നുന്നത്. അതിൻ്റെ ഒരു ടണൽ എൻട്രി എന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ടേക്ക് ആരോ കാണുന്നത്. ഒരു ഗ്രേ ഹോൺബില്ലിനെ നമുക്ക് കാണാൻ പറ്റിയിരുന്നു. പക്ഷേ അതിൻ്റെ ഫോട്ടോസ് നമുക്ക് എടുക്കാൻ സാധിച്ചിരുന്നില്ല. അത് പെട്ടെന്ന് തന്നെ അവിടുന്ന് പോവുകയാണ് ചെയ്തത്. അതിൻ്റെ കോള് കേട്ടിട്ട് നമ്മൾ അങ്ങോട്ട് വാച്ച് ചെയ്തായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ആനിമൽ സ്പോട്ടിംഗ് ഉണ്ടായിരിക്കുകയാണ്. നമ്മുടെ സ്പോട്ടഡ് ഡിയറിനെയാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത്. ഏത് കാട്ടിൽ ചെന്നാലും ഇവരെ കാണാതെ ഒരു തുടക്കമില്ലെന്നുള്ളതാണ്. എപ്പോൾ ഒരു ട്രെക്കിങ്ങിനോ അല്ലെങ്കിൽ ഒരു വൈൽഡ് ലൈഫ് സഫാരിക്കോ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് ഈ സ്പോട്ടഡ് ഡിയർ അഥവാ പുള്ളിമാനായിരിക്കും. കുറച്ച് സമയം നമ്മൾ തന്നെ ഇങ്ങനെ തുറച്ച് നോക്കിയിട്ട് നിൽക്കും. പിന്നെ അവർ അവരുടേതായിട്ടുള്ള ജോലികൾ നോക്കി പോവുകയാണ് പതിവ്. അതെന്ത് സംഭവം? ഇത് പേപ്പർ വാഷ് എന്ന് പറയണോ? അതിൽ പേപ്പർ വാഷ് എന്ന് പറയുന്നത് കടന്നലാണല്ലോ. ചെറിയ കടന്നൽ. വിഷമുള്ളതാണോ? അത്ര വിഷമൊന്നും ഉണ്ടായില്ല, ചെറുതായിട്ട് മാത്രം. ഇതിനെക്കാട്ട് രണ്ടെണ്ണം വേറെ ഒന്നും കൂടി ഉണ്ട്. പക്ഷെ അത് മൺകടന്നൽ പറയണ വലുതാണ്, അതിൽ നല്ല വിഷമുള്ളതാണ്. ഇത് എല്ലായിടത്തും കാണാമല്ലോ. ഇത് അതെല്ലാം അവിടെയും കാണാൻ സാറുണ്ട്. ഇത് നമുക്ക് ഈ പെർഫ്യൂമൊക്കെ അടിച്ചിട്ട് പോകുമ്പോൾ ഭയങ്കര ഡേഞ്ചറുള്ള സാധനം തന്നെ. സ്മെല്ലിന് വരും. ഓക്കെ ഓക്കെ, ശരി ശരി. കാട്ടുകൂത്ത്. നമ്മളീ പോകുന്ന റൂട്ടിലായിട്ട് ആനയുടെ ഒച്ച കേട്ടതായിട്ട് കുറച്ച് മുൻപ് പോയൊരു ഗൈഡ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആനയെ പ്രതീക്ഷിച്ച് തന്നെയാണ് ഞങ്ങൾ മുന്നിലേക്ക് നടക്കുന്നത്. ഈ ഭാഗത്ത് ആന വെള്ളം കുടിക്കാൻ വരുന്നൊരു സ്പേസ് ഉണ്ട്. ഇവിടെ തന്നെ ആനയുടെ ഒരു ഫ്രഷ് പിണ്ടവും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആന ഉണ്ടാവുമെന്ന് ഉറപ്പിച്ച് തന്നെയാണ് നമ്മൾ മുന്നിലേക്ക് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ശ്രദ്ധിച്ചാണ് നടക്കുന്നത്. കാരണം ഇത് കുറേയൊക്കെ കുറ്റിക്കാടാണ്. കുറ്റിക്കാടായതുകൊണ്ട് തന്നെ ആന തൊട്ടടുത്ത് വന്നു നിന്നാലും ചിലപ്പോൾ നമുക്കൊട്ടും വിസിബിലിറ്റി ഉണ്ടാവില്ല. അതുകൊണ്ട് മാക്സിമം ശ്രദ്ധിച്ച് ആനയുടെ മണവും ചെറിയ അനക്കങ്ങളൊക്കെ ശ്രദ്ധിച്ച് തന്നെയാണ് നമ്മുടെ ഗൈഡ് ചേട്ടൻ ആദ്യം നടക്കുന്നത്. അജേഷ് എന്നാണ് ആളുടെ പേര്. ആൾ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. സാധാരണയായിട്ട് ഈ ഭാഗങ്ങളിൽ കുറച്ച് വെള്ളത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായതുകൊണ്ട് തന്നെ ആന വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. കാര്യമായിരിക്കും അവർ പറഞ്ഞതില്ല. അവർ കണ്ടില്ല, സൗണ്ട് മാത്രമേ കേട്ടു. അഞ്ചെണ്ണത്തിനെ കണ്ടോ ചേട്ടൻ? അതിന് 3 അപ്പുറത്തേക്ക് 2 ചെറിയ കുട്ടിയുമുണ്ട്. നമ്മുടെ വഴി ബ്ലോക്ക് ചെയ്ത് മുന്നിൽ ഒരു ആനയുടെ സാന്നിധ്യം അറിഞ്ഞു. അങ്ങനെ ഗൈഡൊന്ന് മുന്നിലേക്ക് പോയി നോക്കുവാണ്. ഞങ്ങളിവിടെ മിണ്ടാതെ അനങ്ങാതെയൊക്കെ നിൽക്കുവാണ്. മാക്സിമം സൈലൻ്റായിട്ട് വീക്ഷിച്ചാൽ മാത്രമേ നമുക്കതിൻ്റെ ഒച്ചയൊക്കെ കേൾക്കുള്ളൂ. ഇവർ മുരൾച്ച കേൾക്കുന്നുണ്ട്. ആന ഇവിടെ മുന്നിലുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ചും കൂടെ മുന്നിലേക്ക് വന്നപ്പോൾ ഒരു കൊമ്പനെ കണ്ടു. കൊമ്പൻ ഒറ്റയ്ക്കല്ല, പുറകിൽ മറ്റാനകളും ഉണ്ടായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. നല്ല രീതിയിൽ കരിയിലയുടെയൊക്കെ അനക്കം കേൾക്കുന്നുണ്ട്. ഗൈഡ് കുറച്ചും കൂടെ മുന്നിലേക്ക് പോയി നോക്കുവാണ്, നമുക്ക് മുന്നിലേക്ക് നടന്നു പോകാനുള്ള വഴി ഉണ്ടോ എന്നുള്ളത്. വഴി മാറിപ്പോകാനുള്ളൊരു ഉദ്ദേശത്തിലാണ് ആളെന്ന് നോക്കുന്നത്. ഏകദേശം ഒരു 15 മിനിറ്റായിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുവാണ്. ആന വഴി മാറി പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് നേരെ പോകാമല്ലോ. പക്ഷെ ഇതുവരെ ആന അവിടെ തന്നെയാണ് നിൽക്കുന്നത്. റോട്ടിൽ തന്നെ നിൽക്കാം. നമ്മുടെ തൊട്ട് മുന്നിലായിട്ട് 2 പേരും നിൽപ്പുണ്ട്. ഏകദേശം ഒരു 20 മീറ്ററിൻ്റെ ഗ്യാപ്പ് മാത്രമാണുള്ളത്. എങ്കിലും നമുക്കൊട്ടും കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. അങ്ങനെ നമ്മുടെ വഴി ഫുൾ ബ്ലോക്കായിട്ട് നിൽക്കുകയാണ്. ഒരു 10-25 വരുന്ന കൂട്ടമാണ്. അത് വഴിയുടെ 2 സൈഡിലോട്ട് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ കഴിയുന്നില്ല. ഏകദേശം ഒരു മണിക്കൂറായിട്ട് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്.
ഇതുവരെ അത് മാറിയിട്ടില്ല. കുട്ടിയാനകളും കൊമ്പനും ഒക്കെ ഉണ്ട്. ഇതിനിടയിൽ അതിൻ്റെ മുരൾച്ചയും ചിഹ്നങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഗൈഡാണെങ്കിൽ ഒന്ന് പേടിച്ചിട്ട് നിൽക്കുവാണ്. അതിൽ ആന രണ്ടും ഫൈറ്റ് ചെയ്യുന്നതിൻ്റെ ഒച്ചയൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് റിസ്ക് ആണെന്ന് പറഞ്ഞു. മുന്നോട്ടുള്ള യാത്ര എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. അത്യാവശ്യം ഇടിയൊക്കെ കിട്ടുന്നുണ്ട്. മഴ പെയ്യാനുള്ള ചാൻസും കൂടെ വരുന്നുണ്ട്. എന്തെങ്കിലും നോക്കാം നമുക്ക്. അങ്ങനെ നമ്മുടെ ആന ബ്ലോക്ക് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങുവാണ്. വേറെ ഒരു റൂട്ട് പിടിക്കാനുള്ളൊരു ഉദ്ദേശത്തിലാണ്. ഏകദേശം ഒരു 10-25ഓളം വരുന്ന കൂട്ടമാണ്. ഈ മുളങ്കാടുകൾക്കകത്തായതുകൊണ്ട് നമ്മളതിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ട് നമുക്ക് ആന അടുത്ത് നിൽക്കുന്നത് കാണാൻ പറ്റുന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അതിശയം. കുറേ ആനകളുണ്ട്. അത് നല്ല രീതിയിൽ വഴി ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഞങ്ങളൊരു 1.5 മണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്തു. ഈ ഭാഗത്ത് നമുക്ക് ഒട്ടും തന്നെ കയറാൻ പറ്റുന്നില്ല. നമ്മൾ നേരത്തെ ഒരു മഞ്ഞ ബോർഡ് കണ്ടില്ലേ, ആ ഒരു ടണലിൻ്റെ താഴെ കൂടെയാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് മറ്റൊരു റൂട്ടിലൂടെ ആനപ്പാടിയിലേക്ക് തന്നെ വരുവാണ്. ആനപ്പാടിയിൽ നിന്ന് വീണ്ടും നമ്മളിത് ഈ ഒരു ബീർ പാത്ത് ട്രെക്കിങ്ങിൻ്റെ എക്സിറ്റ് ഏത് റൂട്ടിലാണോ ആ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നടക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. സ്വാഭാവികമായിട്ടും കുറച്ച് ദൂരം കൂടാനുള്ള സാധ്യത കാണുന്നുണ്ട്. നോർമലി ഒരു 8 കിലോമീറ്ററാണ് വരുന്നതെങ്കിലും ഈ ഒരു ട്രെക്ക് അതിൽ കൂടാനുള്ള സാഹചര്യം കാണുന്നുണ്ട്. മാക്സിമം മുന്നിലേക്ക് നടന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ കണ്ട ആനക്കൂട്ടത്തിൻ്റെ അവിടം വരെയൊക്കെ ഒന്ന് പോയി നോക്കാമെന്നുള്ള ലെവലിലാണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. കുരങ്ങന കരിങ്കുരങ്ങ്. ടൈഗറിൻ്റെ ചെറുത് ടൈഗർ കുട്ടി ആന. ഈ കാട്ടിൽ എപ്പോഴും ഇങ്ങനെ മയിലിൻ്റെ ഒച്ച മുഴങ്ങിക്കൊണ്ടിരിക്കും. ചില സമയത്ത് പേടിയാവും കേട്ടോ, ഭയങ്കര ഒച്ചയാണ് ഇതിന്. 2 ദിവസം മുമ്പ് മഴ ഉണ്ടായതുകൊണ്ട് മൊത്തത്തിലൊരു പച്ചപ്പ് കാണാനുണ്ട്. അതുകൊണ്ട് തന്നെ റിസർവറിൻ്റെ സൈഡിലൊക്കെ വെള്ളമായിട്ടുണ്ടായതുകൊണ്ട് അവിടെ എന്തെങ്കിലും ആനിമൽ സൈറ്റിംഗ് കാണുമെന്ന് വെച്ചിട്ട് ആ ഒരു ഭാഗത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. പക്ഷേ അവിടെ വലിയ രീതിയിൽ ആനിമൽ സൈറ്റിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. 1-2 മയിലും കുറച്ച് ബേഡ്സും ഒക്കെ ഉണ്ടായിരുന്നു. അത് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങൾ 2 മിനിറ്റ് അവിടെ നിന്ന് റെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും തിരിച്ച് ഈ മുളങ്കാട്ടിലൂടെ തന്നെ നടക്കാനായിട്ട് തീരുമാനിച്ചു. നേരത്തെ ഏതോ ഹണ്ടിങ് നടന്നതിൻ്റെ ലക്ഷണങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. മാനിൻ്റെ മ്ലാവിൻ്റെ എന്തോ ആണെന്ന് തോന്നുന്നുണ്ട്. കുറച്ച് അസ്ഥിയൊക്കെ കാണുന്നുണ്ട്. തലയോട്ടിയും അസ്ഥിയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. ചെറിയൊരു ദുർഗന്ധമുണ്ട് ഈ ഭാഗത്ത്. ഇത് തൂനക്കടവ് ഡാമിൻ്റെ ഒരു റിസർവറിൻ്റെ സൈഡാണ് കാണുന്നത്. എന്തെങ്കിലും ആനിമൽ സൈറ്റിംഗ് കിട്ടിയിട്ടെന്ന് വെച്ചിട്ട് ഈ സൈഡിലേക്ക് വന്നതാണ്. ഈ ഒരു പീക്കിൻ്റെ സൈഡിലായിട്ടാണ് പറമ്പിക്കുളം ഡാം വരുന്നത്. ഈ മലയ്ക്ക് എന്തായിട്ട് പറഞ്ഞു? വെങ്കോളി മലയെന്നാണ് ഈ മലയ്ക്ക് പറയുന്നത്. അജീഷ് ചേട്ടനാണ് നമ്മുടെ കൂടെ ഗൈഡായിട്ടുള്ളത്. അജീഷ് ചേട്ടാ നമസ്കാരം. ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ ട്രക്കിങ്ങിനെ പറ്റി 2 വാക്ക് പറയാമോ? എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്? നമുക്ക് പകുതിക്ക് ഒഴുക്കി വെച്ചിട്ട് തിരിച്ചു വരേണ്ടി വന്നു. അതിൻ്റെ സാധാരണ ഇങ്ങനെ ഉണ്ടാകാറുണ്ടോ? സാധാരണ ഇങ്ങനെ ഉണ്ടാകാറുണ്ട്. പക്ഷേ സാധാരണ ഇങ്ങനെ നമ്മൾ ട്രെക്കിംഗ് ഒക്കെ പോകുമ്പോൾ സാധാരണ അത് വഴി മാറി തരണതാണ്. പക്ഷേ എന്നാൽ ഇപ്പോൾ എന്താണെന്ന് 2 സൈഡിൽ ആന കാരണം നമുക്ക്
മുമ്പോട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ ആയിപ്പോയി. അതാണ് 1 മണിക്കൂർ 1.5 മണിക്കൂറോളം നമ്മൾ നിന്നത്. പിന്നെ വീണ്ടും ബാക്കിലേക്ക് വന്നിട്ട് വീണ്ടും വേറെ സൈഡിൽ കൂടി പോയാൽ ഉണ്ടായത്. ഓക്കെ. ഈ സാധാരണ ഈ ബിയർ പാത്ത് ട്രക്കിൽ ആന സ്ഥിരം കാണാറുള്ളതാണോ അതോ? ഇടയ്ക്കൊക്കെ നല്ല ചാൻസ് കിട്ടാറുണ്ട്. ഈ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആന ചാൻസ് കൂടുതലാണ്. ഈ മഴയും ഉണ്ട്, പിന്നെ ഈ പച്ചപ്പുള്ളത് കാരണം ഇങ്ങനെ മറ്റേ ആന കാണാൻ ചാൻസ് കൂടുതൽ തന്നെയാണ്. ഓക്കെ. ഇനിയിപ്പം സാധാരണ രീതിയിൽ ഇത് ഉച്ചയ്ക്ക് ശേഷം വരാറുണ്ടോ ഈ ഒരു ട്രക്കിന്, അതോ രാവിലെ മാത്രമാണോ ഉള്ളത്? രാവിലെ മാത്രമേ ഉള്ളൂ, ഉച്ചയ്ക്ക് അധികം കൊണ്ടുപോകാറില്ല. കാരണം നമ്മൾ രാവിലെ 7 മണിക്ക് വന്നു കഴിഞ്ഞാൽ ഈ വെയിൽ വരാത്ത മുമ്പ് പോയി ജസ്റ്റ് ഒന്ന് പോയിട്ട് പറഞ്ഞ പോലെയാണ്. പിന്നെ സൈറ്റിംഗ് ബുദ്ധിമുട്ടായിരിക്കും. സൈറ്റിംഗ് നമ്മളൊരു ഭാഗ്യം പോലെയാണ് കാണപ്പെടുന്നത്. ഇപ്പം എന്താണെന്ന് അറിയില്ല, നമുക്ക് കണ്ട് ആനകൾ വലിയൊരു കൂട്ടത്തിൽ തന്നെ കാണാൻ പറ്റി. എന്നാലും ക്ലിയർ ആയിട്ടല്ലെങ്കിലും മുളങ്കാടിൻ്റെ അപ്പുറത്ത് നല്ല രീതിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ റൂട്ട് തിരിച്ച് നമ്മൾ വന്നത് തന്നെയാണ്. അങ്ങനെ പോയിട്ട് ഇപ്പം നമുക്ക് തിരിച്ച് അങ്ങനെ മുകളിലേക്ക് കയറാനും പറ്റില്ല. കാരണം എന്താ പറഞ്ഞാൽ അപ്പുറത്ത് ആനകളുണ്ടല്ലോ. അത് കാരണം പിന്നെ പോയാലും ഒരുപാട് ദൂരമാണ്. പോയിട്ട് പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് ആന വരാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇറങ്ങി വരാനും ചാൻസ് കുറവാണ്. കാരണം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തന്നെ പോവാം. അത് മാത്രമല്ല നല്ല മഴ പെയ്യാനുള്ളൊരു സാധ്യത വരുന്നുണ്ട്, ചാൻസ് ഉണ്ട്. അതാണ്. എനിക്ക് ഇന്ന് 5 ദിവസമായിട്ട് ഇവിടെ നല്ല മഴയാണ്. നമ്മുടെ ബിയർ പാത്ത് ട്രക്കിങ് ഏകദേശം ഒരു പകുതി വഴിയിലായിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു റെസ്റ്റിംഗ് പോയിന്റിൽ ഇരിക്കുകയാണ്. അരുണ, എങ്ങനെ ഉണ്ടായിരുന്നു ട്രക്കിങ്ങും ഇന്നലത്തെ സഫാരിയൊക്കെ? ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വൈൽഡ് ലൈഫ് എക്സ്പ്ലോറേഷൻ ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഒരുപാട് പുതിയ കാര്യങ്ങൾ കാണാനും പഠിക്കാനും ഒക്കെ പറ്റി. ഒരുപാട് വ്യത്യസ്തമായിട്ട് നമ്മൾ പടത്തിൽ മാത്രം കണ്ടിട്ടുള്ള മൃഗങ്ങളെയൊക്കെ നേരിട്ട് കാണാൻ ഒരുപാട്. ഇന്നത്തെ ട്രക്കിങ്ങിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ഇന്നത്തെ എക്സ്പീരിയൻസ് നമ്മളൊരു നല്ലൊരു എക്സസൈസ് പോലെ നമുക്ക് എല്ലാം കണ്ടും ഒരു കാട്ടിലൂടെ നല്ല ആ ഒരു സൗണ്ടൊക്കെ കേട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഇതുവരെ അങ്ങനെ പോകാത്തോണ്ട് ആന വഴി ബ്ലോക്ക് ചെയ്തപ്പോൾ എന്ത് തോന്നി? അത് നല്ലൊരു ഇതായിരുന്നു. നമ്മൾ ഈ ആനയുടെ ആ സൗണ്ടും ആ ഒരു ആന ഫൈറ്റ് ചെയ്യാൻ നിൽക്കുന്ന ആ സമയത്ത് ഒരു സൗണ്ടും ഒക്കെ കേട്ടപ്പോൾ നല്ല ഒരു ചിന്നവിളി കേട്ടപ്പോൾ പേടിച്ചു പോയോ? ഓക്കെ. ഇനി അടുത്ത ട്രക്ക് നമുക്ക് ഇതുപോലെ വരാം. അമൃത, എങ്ങനെയുണ്ടായിരുന്നു? നല്ല സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. കഴിഞ്ഞ വട്ടം ഒരു ട്രക്കിങ്ങിന് പോയി. അപ്പം കാടൊക്കെ നല്ലതായിട്ട് ആസ്വദിക്കാൻ പറ്റി. പക്ഷെ മൃഗങ്ങളൊന്നും നല്ലതായിട്ട് കണ്ടില്ല. ഈ വട്ടം മൃഗങ്ങളെ കാണണമെന്ന് പ്രതീക്ഷിച്ച് വന്നു. ഇഷ്ടം പോലെ കണ്ടു. പുലി ഒഴിച്ച് ബാക്കി ഒരുവിധം എല്ലാം കണ്ടു. പുലി ഇനി അടുത്ത ട്രക്കിങ്ങിന് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ. ഇന്നത്തെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്ന് സൂപ്പറായിരുന്നു. ഇന്നലത്തെ സഫാരി സൂപ്പറായിരുന്നു. ഇന്നത്തെ ട്രക്കിങ് അടിപൊളിയായിരുന്നു. നല്ലപോലെ മറ്റൊരു സിനിമ കാണുന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. ഹൊറർ ഫിലിം കാണുന്ന ഫീൽ. ഇന്ന് നന്നായിട്ട് പേടിച്ചു, നല്ലോണം പേടിച്ചു. ആന വന്നപ്പോൾ ആനയുടെ സൗണ്ടൊക്കെ കേട്ടപ്പോഴത്തേക്ക് നമ്മൾ ഉത്സവത്തിന് കാണുന്ന ആന അല്ലല്ലോ, ഇവിടെ കാണുന്ന ആന വേറെന്തോ ഒരു വൈൽഡ് ഫീൽ അല്ലേ? അക്ഷയ്, എപ്പടി? സൂപ്പർ പരിപാടിയായിരുന്നു. നമ്മൾ ഇന്നലത്തെ സഫാരി സൂപ്പറായിരുന്നു. കുറേ ആനിമൽസിനെ നമ്മൾ സൈറ്റ് ചെയ്തു. വരുന്ന വഴിക്ക് തന്നെ ഞങ്ങൾ ഇവിടെ എത്തുന്നതിന് മുന്നേ നമ്മളെ കാറിൽ വെച്ച് തന്നെ നമ്മൾ ആനയൊക്കെ സ്പോട്ട് ചെയ്തായിരുന്നു. അതിനുശേഷം തിരിച്ച് ഇറങ്ങിപ്പോയപ്പോൾ ഞങ്ങൾ നല്ല രീതിയിൽ ലേറ്റായി. രാത്രി പോകുന്ന വഴിക്ക് മ്ലാവും മാനും കാട്ടുപോത്തൊക്കെ റോഡ് സൈഡിൽ തന്നെ വന്ന് നിൽപ്പുണ്ടായിരുന്നു. തൊട്ടടുത്ത് നമ്മൾ വണ്ടിയിൽ കൈ പുറത്തേക്ക് ഇട്ടാൽ തൊടാൻ പറ്റുന്ന രീതിയിൽ കാട്ടുപോത്തിനെ വരെ നമ്മൾ കണ്ടു. ഇന്നിപ്പോൾ കുറച്ച് പേടിക്കുകയൊക്കെ ചെയ്തു. കാരണം ട്രക്കിങ്ങിന് കാട്ടിലുള്ളിലേക്ക് കയറിയപ്പോൾ ഒരു കൂട്ടം ആന 10-20 ആനയോളം ഉണ്ടെന്നാണ് നമ്മുടെ ഗൈഡ് ചേട്ടൻ പറഞ്ഞത്. ഞങ്ങളൊരു 3-4 ആനത്തെ കണ്ടു. ഒരു കൊമ്പനാനയൊക്കെ കണ്ടു. പിന്നെ പല സൗണ്ട്. ഈ ആനയ്ക്ക് ഇത്രയും സൗണ്ട് ഉണ്ടെന്ന് ഞങ്ങൾക്ക് ഇന്നാണ് മനസ്സിലായി, ഇത്രയും വെറൈറ്റി സൗണ്ട് ഉണ്ടെന്നുള്ള കാര്യം. അങ്ങനെ കുറച്ച് പേടിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഞങ്ങൾ അതുകൊണ്ട് വഴി മാറി വേറെ വഴി വന്നതാണ്. ഇവിടെ ഈ ആനയുടെ പ്രസൻസ് ഒക്കെ ഉണ്ട്. ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഒരു സ്പോട്ടിൽ. അപ്പോൾ സൂപ്പറായിരുന്നു ഇത്തവണത്തെ പരിപാടി. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇന്നത്തെ ട്രെക്കിങ്ങിന് ഞങ്ങൾ 4 പേരാണ് ഈ കാട് കയറാൻ വന്നത്. നമ്മളിപ്പം ഗൈഡ് ചേട്ടനും കൂടെ ഉണ്ട്. അപ്പം പോകുന്ന വഴി തന്നെ നമുക്ക് കുറേ നല്ല എക്സ്പീരിയൻസ് കിട്ടി. അതായത് ഒരു കൂട്ടം ആന നമ്മളെ ഒന്ന് വളഞ്ഞ പോലെ തന്നെയായിരുന്നു. അതായത് പോകുന്ന വഴിയുടെ 2 സൈഡിലുമായിട്ട് കുറേ ആനകൾ വന്നിരുന്നു. മുളങ്കാടും ഈ ചെറിയ ചുള്ളിക്കാടുകളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആനയുടെ വിസിബിലിറ്റി വളരെ കുറവായിരുന്നു. ക്യാമറയിൽ കിട്ടാൻ തന്നെ നല്ല ബുദ്ധിമുട്ടായിരുന്നു.
എന്നിരുന്നാലും നമുക്ക് അതിൻ്റെ ഇടയിലൂടെ, അതായത് ഒരു 50 മീറ്ററിന് താഴെ മാത്രം ഒരു ഡിസ്റ്റൻസിലായിരുന്നു ഈ ആനകളെല്ലാം വന്ന് നിന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒച്ചയും ചിഹ്നം വിളിയൊക്കെ നല്ല മുഴക്കത്തോടു കൂടി നമ്മുടെ ചെവിയിലേക്ക് എത്തുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ഗൈഡായിട്ട് ഉൾപ്പെടെ മൊത്തത്തിലൊന്ന് പേടിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കാര്യം ഇപ്പം അരുണൊക്കെ ആണെങ്കിലും ആദ്യമായിട്ടാണ് ഈ ഒരു ട്രെക്കിന് വരുന്നത്. ആദ്യമായിട്ട് വരുമ്പം തന്നെ ഓൾമോസ്റ്റ് നല്ലൊരു ശതമാനം ആനിമൽസിനെയും സൈറ്റിങ് കിട്ടിയെന്ന് പറയുന്നത് തന്നെ നല്ലൊരു ലക്കാണ്. ഇപ്പോൾ ലാസ്റ്റ് ടൈം വന്നപ്പോഴത്തേക്ക് നമുക്ക് പക്മാ ട്രക്കായിരുന്നു എടുത്തിരുന്നത്. പക്ഷേ എന്നിരുന്നാലും നമുക്ക് വലിയൊരു ഇതൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ വലിയൊരു സൈറ്റിംഗ് ഒന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആകെ സൈറ്റിംഗ് കിട്ടിയത് നമ്മുടെ എന്തൊക്കെയായിരുന്നു, അന്ന് മ്ലാവും മാനും ഒക്കെ മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ കുരങ്ങന്മാരും ഒക്കെ, കരിങ്കുരങ്ങ്, നീലഗിരി ലംഗൂറൊക്കെ ആയിരുന്നു കിട്ടിയിരുന്നത്. പക്ഷേ ഇത്തവണ അങ്ങനെ ആയിരുന്നില്ല. ഇന്നലെ ഞങ്ങൾ ഉച്ചയ്ക്ക് തന്നെ ഇവിടെ എത്തിയായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ഒരു 3 മണിക്കുള്ള സഫാരി, പറമ്പിക്കുളത്തിൻ്റെ തന്നെ ഒരു സഫാരി പാക്കേജ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അത് 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് പറമ്പിക്കുളം വരെ പോയി തിരിച്ചു വരുന്നൊരു സഫാരിയാണ്. ഏകദേശം ഒരു 55 കിലോമീറ്ററോളം ആ ഒരു സഫാരിക്ക് ഒരു 3.5 മണിക്കൂർ നീളുന്നൊരു സഫാരിയായിരുന്നു. 55 കിലോമീറ്റർ ലെങ്തിൽ വരുന്ന സഫാരി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ഏരിയ കവർ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ആനക്കൂട്ടങ്ങളൊക്കെ ഒരുപാട് സ്പോട്ട് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ കാട്ടുപോത്തും മാനും മ്ലാവും എല്ലാം നമുക്ക് അവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയായിരുന്നു. അതുപോലെ തന്നെ മഴയും കൂടെ പെയ്തപ്പോഴത്തേക്കും നല്ല ഫോഗ് ഇറങ്ങി. ഒരു സന്ധ്യ സമയമായതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു വൈബ് തന്നെയായിരുന്നു ആ ഒരു യാത്ര. അതൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സഫാരി തന്നെയായിരുന്നു. നേരത്തെ സഫാരി ചെയ്തിട്ടുണ്ടെങ്കിലും അന്നേരം ഒന്നും നമുക്ക് ഇത്രയും സൈറ്റിംഗ് കിട്ടിയിരുന്നില്ല. ഇത് എനിക്ക് പക്ഷേ വൈകുന്നേരം മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാവാം നല്ല സൈറ്റിംഗ് കിട്ടിയായിരുന്നു. ഇപ്പോഴും അത്യാവശ്യം നല്ല ക്ലൗഡിയാണ്. ഉച്ചയ്ക്ക് 1 മണിയായിട്ടുണ്ട്. ആന വഴി ബ്ലോക്ക് ചെയ്തുകൊണ്ട് നമ്മൾ റൂട്ട് മാറിയാണ് വരുന്നത്. അതുകൊണ്ട് കുറച്ച് ലെങ്തി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിനി ഇവിടുന്ന് തിരിച്ച് നമ്മുടെ ഓഫീസിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ ട്രെക്കിംഗ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ ഇനി അടുത്തൊരു പറമ്പിക്കുളത്തിൻ്റെ എക്സ്പ്ലോറേഷൻ്റെ ഒരു 3ാമത്തെ ബാച്ച് കൊണ്ട് വരുന്നുണ്ട്. അതിൽ നമ്മൾ ഫോറസ്റ്റിനുള്ളിൽ തന്നെ സ്റ്റേ ചെയ്തിട്ടുള്ളൊരു പ്രോഗ്രാമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ ചേർന്ന്, അതായത് പ്ലാനറ്റ് എർത്തിൻ്റെ കൂടെ ചേർന്ന് ഇങ്ങനെ പ്രോഗ്രാംസ് എൻജോയ് ചെയ്യാൻ താല്പര്യമുള്ളവർ, അതായത് കാട് ആസ്വദിക്കാൻ താല്പര്യമുള്ള എല്ലാവരും നമ്മുടെ കൂടെ ചേരുക. നമ്മുടെ നമ്പർ, കോൺടാക്റ്റ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അത് നോക്കിയിട്ട് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. കാട് ആസ്വദിക്കാൻ നേരിട്ട് വന്നില്ലെങ്കിലും കാട് ആസ്വദിക്കാൻ വരുന്നവരുടെ എക്സ്പീരിയൻസ് കേൾക്കുന്ന തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അതും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക്, അതല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും വീണ്ടും ഒന്നുകൂടെ കണ്ടുമുട്ടാം ഏതെങ്കിലും ഒരു കാട്ടിൽ വെച്ചിട്ട്. അങ്ങനെ എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു നടക്കുമായിരുന്നു. അപ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് ഒരാളെ കണ്ടത്. പക്ഷേ ഞങ്ങൾക്ക് ഒരിക്കലും അതിനെ ക്യാമറയിൽ പകർത്താനായിട്ട് കണ്ടില്ല. ആളെ കണ്ടിട്ടുള്ള ഓട്ടമാണ് ഈ കാട്ടുപോത്തുകളൊക്കെ. ഒരു ലെപ്പേഡിനെയാണ് ഞങ്ങൾ കണ്ടത്. ദൂരെ മരത്തിൻ്റെ മുകളിലായിരുന്നു ആളിനെ കണ്ടത്. മരത്തിൻ്റെ മുകളിലേക്ക് രാജകീയമായിട്ടുള്ളൊരു ക്യാറ്റ് വാക്കോടുകൂടി നടന്ന് കയറുമായിരുന്നു ആൾ. പുലിയുടെ സാന്നിധ്യം മനസ്സിലാക്കിയിട്ടാണെന്ന് തോന്നുന്നുണ്ട്. അതിൻ്റെ അടുത്ത് നിന്ന ഒരു കൂട്ടം കാട്ടുപോത്തുകൾ അവിടെ നിന്ന് മാറിപ്പോകുന്നതാണ് നമ്മൾ പിന്നെ കാണാൻ സാധിച്ചത്. ഇത്രയും വലുപ്പമുള്ളൊരു മൃഗത്തിൽ നിന്ന് വ്യത്യസ്തമായി വളരെ നാണം കുണുങ്ങിയതും ശാന്തനുമായ ഒരു മൃഗമായിട്ടാണ് കാട്ടുപോത്ത് തോന്നുന്നത്. ഉപദ്രവിച്ചാലല്ലാതെ ഇവ തിരിച്ചാക്രമിക്കാറില്ലെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. തെക്കേ ഇന്ത്യയിൽ പലയിടത്തും ഇവ മനുഷ്യരെ അടുത്ത് വരെ എത്താനായിട്ട് അനുവദിക്കാറുണ്ട്. അതിലൊരു സ്ഥലമാണ് നമ്മുടെ ഈ പറമ്പിക്കുളവും. ഒരു കൂട്ടത്തിന് അപ്രതീക്ഷിതമായി ശത്രുക്കളെ നേരിടേണ്ടി വന്നാൽ അത് തിക്കും തിരക്കും ഉണ്ടാക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. നമ്മുടെ ദേശീയ പക്ഷി മയിലാണിത്. ഇത് ഒരു ആൺമയിലാണ്. ആൺമയിലുകൾക്ക് പെൺമയിലുകളേക്കാൾ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും. കഴുത്തിന് ഇതുപോലത്തെ നീല നിറവും പീലികളും ഒക്കെ ആയിട്ടായിരിക്കും ആൺമയിലുകളെ കാണാൻ സാധിക്കുന്നത്. നേരെ മറിച്ച് പെൺമയിലിന് ഇത്തരം ഭംഗിയുള്ള വാലുകളോ തൂവലുകളോ ഒന്നുമില്ല. അതിൻ്റെ കഴുത്തിൻ്റെ താഴത്തെ ഭാഗത്ത് പച്ച നിറമായിരിക്കും ഉണ്ടാവുക. അതുമാത്രമല്ല തൂവലുകൾക്ക് ബ്രൗൺ നിറവുമായിരിക്കും ഉണ്ടാവുക. ഇതിൻ്റെ പ്രധാന ആഹാരങ്ങൾ ധാന്യങ്ങളും പഴങ്ങളും പാമ്പുകളും ചെറിയ എലികളും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാട്ടിലൂടെ നടക്കുന്ന സമയത്ത് ചെറിയ പാമ്പുകളൊക്കെ കാണുന്നത് വളരെ കുറവാണ്. ഈ ഒരു കാട്ടിൽ നമ്മുടെ ഈ 2 ട്രെക്കിംഗ് നടന്നിട്ടുണ്ടായിരുന്നു. ഈ 2 ട്രെക്കിങ്ങിനും നമ്മൾ വലിയ പാമ്പുകളെ മാത്രമാണ് 1-2 സ്ഥലത്ത് ഒന്ന് സ്പോട്ട് ചെയ്തത്. ചെറിയ പാമ്പുകളൊന്നും കാണാനേ ഇല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ മയിലുകൾ ധാരാളമായിട്ട് ഉണ്ടായതുകൊണ്ടാവാം പാമ്പുകളുടെ എണ്ണത്തിൽ കുറവുള്ളത്. ഗ്രേ ലെങ്കു അഥവാ ഹനുമാൻ കുരങ്ങ് എന്നാണ് ഇവയെ അറിയപ്പെടുന്നത്. കേരളത്തിലെ സൈലൻറ്റ് വാലിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിനെ ധാരാളമായിട്ട് കാണാൻ സാധിക്കും. ഇതിൻ്റെ ഭക്ഷണം ഇലയും പൂവും കായുമൊക്കെയാണ്. നീൽഗിരി ലെങ്കു അഥവാ കരിങ്കുരങ്ങളാണിത്. ഇതിൻ്റെയും ഭക്ഷണം മെയിനായിട്ട് തളിരിലകളും കായും പൂവൊക്കെയാണ്. ഇതും ഈ കാട്ടിൽ നമുക്ക് ധാരാളമായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു കുരങ്ങ് വിഭാഗം തന്നെയാണ്. ഇത് നമ്മുടെ മലയണ്ണാനാണ്.
അണ്ണാൻ്റെ വർഗ്ഗത്തിൽ തന്നെ ഏറ്റവും സൗന്ദര്യമുള്ളതും വലുപ്പമുള്ളതുമായിട്ടുള്ള ജീവിയാണ് മലയണ്ണാൻ. ഇതിനെ മരത്തിൻ്റെ മുകളിലല്ലാതെ താഴെ ഇറങ്ങി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു സ്ഥിരതാമസം മരത്തിൻ്റെ മുകളിൽ തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. താഴേക്ക് ഇറങ്ങാറില്ലെന്നാണ് തോന്നുന്നത്. ഇതിൻ്റെ ശരീരത്തിൻ്റെ പുറംഭാഗം ചുവപ്പ് കലർന്ന ഒരു ബ്രൗൺ കളറായിരിക്കും. താടി മുതൽ പിൻകാലുകളുടെ ഇടയിൽ ഒരു മഞ്ഞ നിറഞ്ഞ ഒരു ലൈറ്റ് ഓറഞ്ച് നിറത്തിലൊക്കെ കാണാവുന്നതാണ്. ഈ എണ്ണാന് മാക്സിമം ഒരു 2 കിലോഗ്രാം വരെയാണ് ഭാരം ഉണ്ടാവുക. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് മാറാനായിട്ട് 7 മീറ്റർ ദൂരം വരെ ചാടാനുള്ളൊരു കഴിവും ഈ മലയണ്ണാനുണ്ട്. ഇതുപോലെ വൃക്ഷങ്ങളിൽ വളരുന്ന ചെറിയ പഴങ്ങളാണ് ഇതിൻ്റെ മെയിൻ ആഹാരം. തല കീഴായിട്ട് കിടന്നൊക്കെയാണ് ആൾ പഴങ്ങൾ പറിച്ച് കഴിക്കുന്നത്. പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല ഭംഗിയാണ്. പലതരത്തിലുള്ള കളറുകളൊക്കെ ഉണ്ടായതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് കണ്ണിനൊരു ഇമ്പം തരുന്നൊരു കാഴ്ചയാണ് ഈ മലയണ്ണാൻ ഇങ്ങനെ തൂങ്ങിക്കിടന്ന് ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നത് കാണുന്നത്. നമ്മൾ സഫാരിയിൽ പോകുന്ന പോലെയല്ല കാട്ടിലൂടെ നടന്നും ട്രെക്ക് ചെയ്ത് പോകുമ്പോൾ. ശരിക്കും കാട് ആസ്വദിക്കാനായിട്ട് നമ്മൾ ട്രെക്ക് ചെയ്യുക വേണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാര്യം ജീവജാലങ്ങളെയും സസ്യജാലങ്ങളെയും എല്ലാം നേരിട്ട് അടുത്തറിയാനായിട്ട് എപ്പോഴും ട്രെക്കിങ് തന്നെയാണ് നല്ലത്.